ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം പ്രത്യേകിച്ച് കർണാടകയിലുള്ള എൻ്റെ സഹോദരന്മാർ, കാരണം എൻ്റെ നാടായ പൈവളികയിലെ പാക്ക എന്ന സ്ഥലത്ത് മൂസക്കുഞ്ഞി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി 27/6/2026 കഴിഞ്ഞ 27 ജൂണിന് മിസ്സിംഗ് ആയി. ഇന്നൊക്കെ 6 ദിവസമായി. ഇവർ കുടുംബസമേതം അജ്മീറിലേക്ക് പോവുകയായിരുന്നു. പോയി തിരിച്ചു വരുമ്പോൾ, അതായത് കാറവാർ എന്ന സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ, കാറവാർ എന്ന സ്റ്റേഷൻ വരെ അവരൊക്കെ കുടുംബമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അവരൊക്കെ മയങ്ങിപ്പോയി. കാരണം അവർ ഒരു ദിവസം മുമ്പ് അവിടെ എവിടെയോ കഴിച്ച ഭക്ഷണം അവർക്ക് അതായത് വയറുവേദന വന്ന്, അവർക്ക് ഛർദി വന്ന്, അങ്ങനെ ക്ഷീണിച്ച് എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു മകൻ മുസ്തഫ എന്ന് പറയുന്ന മകന്റെ കൂടെ വാപ്പ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. മകന്റെ കൂടെ ഉണ്ടായിരുന്നു കാറവാർ സ്റ്റേഷൻ വരെ. പക്ഷെ കാറവാറിൽ നിന്ന് മംഗലാപുരത്തേക്ക് 5 സ്റ്റോപ്പുണ്ട്. ആ 5 സ്റ്റോപ്പിന്റെ ഇടയിൽ ഈ വ്യക്തി കാണാതായി പോയി. എവിടെ പോയി, എങ്ങനെ പോയി ഒന്നും അറിയുന്നില്ല. എല്ലായിടത്തും FIR കൊടുത്തിട്ടുണ്ട്, കർണാടക ഗ്രൂപ്പിൽ കൊടുത്തിട്ട്. ഇന്നേക്ക് 5 ദിവസമായിട്ട് ഒരു വിവരവും ഇല്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും അറിയുന്നില്ല. 5 ദിവസമായി ഇതുപോലെ ഒന്നും കിട്ടിയിട്ടുമില്ല. കാറവാർ മുതൽ മംഗലാപുരം ഈ 5 സ്റ്റോപ്പിന്റെ ഇടയിൽ എവിടെയോ മിസ്സായിട്ടുണ്ട്. അപ്പൊ അറിയുന്നവർ ദയവ് ചെയ്ത്, അദ്ദേഹം മിസ്സാവുമ്പോൾ വൈറ്റ് ഷർട്ടും അതുപോലെ ബ്ലാക്ക് പാൻറ് ഇട്ട്, കയ്യിലൊരു വടിയുണ്ട്, മൊബൈലൊന്നുമില്ല. അദ്ദേഹത്തിന് സ്റ്റോക്കിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് സംസാരിക്കാനും അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. അപ്പൊ അദ്ദേഹം മൂസക്കുഞ്ഞി എന്ന പേരാണ്, അതുപോലെ അബൂസാരി എന്നും അയാളെ വിളിക്കുന്നുണ്ട് എന്നാണ് മകൻ പറഞ്ഞത്. അവരൊക്കെ വളരെ വിഷമത്തിലാണ്. മകൻ പറയുന്നത് കേൾക്കാം. പിന്നെ അവിടുത്തെ TT കംപ്ലൈന്റ് ചെയ്ത് RPF കംപ്ലൈന്റ് ചെയ്ത് ഇന്നലെ പോയിട്ട് മംഗലടുത്ത് പോയിട്ട് ഉടുപ്പി സ്റ്റേഷനിൽ FIR ഇട്ടു. എല്ലാ അന്വേഷണവും ഒരു നടത്തി. ഓടെ കാണുന്നില്ല, പുറക്ക് ഇറങ്ങുന്നില്ല. എല്ലാവരും ഉമ്മ പെങ്ങന്മാരെല്ലാം ഇതേ ബജാറിൽ ഇന്നലെ സുബഹിക്കിനൊക്കെ രാത്രിയോളം ഇതിൻ്റെ പിന്നിൽ എന്നെ പോയി. ഒരാളൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആർക്കെങ്കിലും ഒന്നും കാണുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് വിളിച്ചിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ആവണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവില്ല. നമ്മളെ കൂടെ നമ്മളെ വാപ്പ വരുന്നു. അപ്പോൾ കുറച്ച് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ വാപ്പയെ കാണുന്നില്ല. ഇപ്പോൾ 5 ദിവസമായി വാപ്പയെ കാണില്ല. എവിടെ പോയി ഒരു വിവരം ലഭിക്കാതെ അപ്പോൾ നമുക്ക് എത്രമായിട്ട് മാനസികമായിട്ട് അല്ലെ ഉറക്കം വരില്ല. അപ്പോൾ ദയവ് ചെയ്ത് ആ കുടുംബത്തെ ഓർത്ത് എല്ലാവരും ഷെയർ ചെയ്തിട്ട് ദയവ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ച് എത്രയും പെട്ടെന്ന് ആ വാപ്പയെ ആ മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സഹായിക്കുക. ആ മനുഷ്യന് ഒന്നുമില്ല, മൊബൈലും ഇല്ല, കയ്യിൽ ക്യാഷും ഇല്ല, നടക്കാനും പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയല്ല ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ മനുഷ്യനെ ആ കുടുംബത്തിലേക്ക് എത്തിച്ച് നമ്മളെല്ലാവരും ദുആ ചെയ്യും. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യണം ആ ഒരു മനുഷ്യന് വേണ്ടി. എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു മയക്കത്തിൽ അവർ പെട്ടുപോയി, അറിയാതെ അങ്ങനെ മയങ്ങി ഉറങ്ങിപ്പോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ആരും കരുതിയിരുന്നില്ല. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് വേണ്ടത് ആ വാപ്പയെ ആ മക്കൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള സഹായം എത്തിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. കാറവാർ, അപ്പോൾ മാംഗ്ലൂർ കാറവാറിൻ്റെ ഇടയിലുള്ള ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ട് അവിടെയൊക്കെ തിരഞ്ഞിട്ട് ഇതുപോലെ എവിടെ മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുക. ഇത് മകൻ്റെ നമ്പറാണ്. ഈ നമ്പറുമായി ബന്ധപ്പെട്ട് അവർ അറിയിക്കുക ഇൻഷാ.